യോ എടാ ഇപ്രാസി പ്രോ എടാ ഇപ്രാസി ഞാൻ കുറച്ചു ദിവസമായി കൊച്ചിയില് ഇവനറിയോ അടേ ഇതാരാ ഒന്ന് കൊഴുക്കാൻ തുടങ്ങിയില്ലടാ. എന്നാലും നീ എങ്ങനെ കറക്റ്റ് എങ്ങനെ നീ എന്റെ മുന്നിലെത്തി പെട്ടത്? നിനക്കറിയോ ഡോറ? നിനക്കറിയോ? ഇവനറിയോ? അറിയില്ലേ? ഓ എന്താ പരിപാടി? ഒരു മിനിറ്റ് പിങ്ക് ബാഗ് രണ്ടാളും മുട്ടിയിരിക്കുന്നത്. ഞാൻ വരുമ്പോ രണ്ടാളും മുട്ടിയിട്ടിരുന്നോണ്ടുന്നത്. ഇപ്രാസ സത്യം പറ, എന്താ സംഭവം എന്ത്? ഞാൻ ഇരിക്കുമ്പോ രണ്ടാളും മുട്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. എടാ നീ കണ്ടിട്ടില്ലേ? നീ കണ്ടില്ല? അല്ല ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് അസംഷനാണ് എന്റെ. ഒന്നുമില്ല, ഞാൻ ചോദിക്കൂല. നീ പറയണ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നീ പറയണ. നമ്മ ചോദിക്കാൻ പറ്റില്ല, മോശം. ബ്രോ ഇഫ് യു വാണ്ട് ടു ബി ഗേ ബ്രോ, there is nothing wrong. ഇത് 2023 അല്ലേ? പിന്നെ ഇതെല്ലാം നോർമലായി, അങ്ങനെ ചെയ്യില്ല. മുട്ടിയെന്നാ എടാ ഫുഡ് കഴിക്കാൻ പോവാ. നീ കഴിച്ചിട്ട് വാടാ. എടാ ഞാൻ അധികം ഇൻസ്റ്റ നോക്കല്ലടാ, മെസ്സേജ് നോക്കല്ല. ഞാൻ ഇപ്പൊ നോക്കാൻ തുടങ്ങിയ. എടാ ഫുഡ് കഴിച്ചിട്ട് തരാം. എടാ വാടാ മുത്തേ. നീ ആരെല്ലാം വന്നേ? പിന്നെ ഇന്ന് 3 ആളാ? എങ്ങനെ വന്നേ? നീ എത്ര ദിവസം ഇടാ? ഞാൻ 2 ദിവസം ഇടാ. ഞാൻ വിളിക്കാം, പോയി ചേരാം. നമ്പറോ പറയല്ലോ, ചെത് പറയല്ലോ. ക്യാമറ കാണിക്കല്ലേ, നമ്പർ കാണിക്കല്ലേ. സേവ് ചെയ്തോ? എന്നാ ഓക്കെ, കാണാം. എടാ എന്റെ മോനെ ഭയങ്കര. എടാ ഞാൻ ഇപ്പൊ കൊറേ ദിവസമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കുറെ ആള് മീറ്റ് ചെയ്യുന്നത്. എന്റെ മുത്ത പോവാ. സെൽഫി എടുത്താണ്. ഒരു മിനിറ്റ്, ഇവന്റെ സെൽഫി എടുത്തേ. എടാ മുനു എടാ അന്നെ ഷൂട്ട് ചെയ്യാല. അതെന്ത് പരിപാടി? അന്നെ വെറുതെ ഷൂട്ട് ചെയ്യാല. ഓന്റെ മൂക്കിലേക്ക് ക്യാമറ കൊണ്ടുപോ. ഓന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോ ക്യാമറ. എന്നാണിത്? ചോദിക്കാണ്ട് ഫിൽം ചെയ്യല. എന്നാ ഞാൻ തിരിച്ചു അന്നെ ഷൂട്ട് ചെയ്താൽ ഞാനും തിരിച്ചു ഷൂട്ട് ചെയ്യൂ. ബ്രോ സേടാ ഒന്നും ഉണ്ടാത്ത ഇവിടെ എന്താ ഫുഡ് കിട്ടാതാ? നീ എപ്പോ ഇവിടെ വന്നിട്ടില്ല? നീ ഇതുവരെ വന്നിട്ടില്ല? മകളെ വാ അവിടെ നെറ്റ് ഉണ്ടോടാ? നെറ്റ് കിട്ടുന്നുണ്ടോ? നീ എന്റെ ലോകമാണല്ലോടാ. കോൾ ശരിപ്പൂന്ന് അറിയതാ. എടാ അതിന് ഇവക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടടാ. ഇവള് സിംഗിൾ അല്ലടാ ഓട്ടാ. എടാ സിംഗിൾ അല്ലേ ഇവള്. ശരിപ്പൂ നമുക്ക് വേറാക്ക് സെറ്റ് ആയിക്കോട്ടെ. ഞാൻ കാര്യമല്ല, ശരിപ്പൂ മിഷ്യനാണ്. എന്റെ മിഷ്യനാ, കൊച്ചിയിലെ മിഷ്യനാ. ശരിപ്പൂന്നെ ഒരു പെണ്ണ് സെറ്റ് ആയി കൊടുക്കല്. ഇവിടെ കാലിയാന്നല്ലോ, ഇവിടെ കടപോലില്ലല്ലോ. എങ്ങനെ തിന്നുവാ? അടി ഇതെന്താ സംഭവം? കടൽപ്പാലം പോലത്തെ പരിപാടിയാ? വെള്ളം കാണിക്കണ്ട, തുള്ളാൻ പറയും. ഒത്തിരി വെള്ളം കാണിക്കല്ലേ. എന്തോ തോന്നുന്നു? പബ്ജി വേൾഡിൽ നിന്ന് റിയൽ ലൈഫിന്റെ വേൾഡിലേക്ക് ഇറങ്ങിട്ട് എന്താ തോന്നുന്നത്? എന്ത് TTS ആ? എന്ത് ജീവൻ കളഞ്ഞ താടി എടുത്തായിരുന്നല്ലോ ഓന്റെ അവസ്ഥ. ഇത് പോയി ഒരു 3 ക്യാമറ വേണം. അടി ഇതെടുത്താ മറ്റേ
TTS ഓണാക്കിട്ടുണ്ട്. ഫുഡിനാണെങ്കിൽ സ്പോട്ട് ഉണ്ടാ നോക്കിട്ടോ. ഇങ്ങോട്ട് തിന്നാൻ കിട്ടുന്ന പറഞ്ഞ ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി എന്ന നാട്ടിലേക്ക് മിസ് യുവർ PC സ്ട്രീം. ഓ അവിടെ PC സ്ട്രീം മിസ് ചെയ്യുന്നുണ്ടാ? PC സ്ട്രീം മിസ് ചെയ്യുന്നുണ്ടാ? നീ മിസ് ചെയ്യുന്നുണ്ടാ PC സ്ട്രീം? PC സ്ട്രീം ചെയ്യണല്ലേ? ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. വണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറഞ്ഞോട് തൊപ്പി. ഇല്ലടാ, വണ്ടി ഇൻഷുർ ക്ലെയിം ചെയ്യാൻ പറ്റൂല. അല്ല, നമ്മളെ ഇൻഷുർ ഉണ്ട്, നമ്മളെ വണ്ടിക്ക് ഇൻഷുർ ഉണ്ട്, പക്ഷെ നമ്മളെ അടിച്ച വണ്ടിക്ക് ഇൻഷുർ ഇല്ല. അവരാദ്യം സത്യം ഒരു 6 കൊലപാതകം കണ്ടിട്ട് കഴിഞ്ഞിരിക്കുന്ന പോലെ ഉള്ളത്. മ്യൂസിക് ബാൻഡാ പ്ലേ ചെയ്യോ? എന്തെങ്കിലും ഉണ്ടാ? ഇൻഫ്ലുവൻസ് ഉണ്ടാ? മീറ്റിംഗ്. ആ ഓ, അടുത്ത മ്യൂസിക് പ്രൊജക്റ്റാ. ആരെങ്കിലും പാടുന്ന ആരാ? ഹായ് ബ്രോ, എന്താ പേരെന്താ? ഒരു പാട്ട് പാടിത്തരോ? വാ വാ പാട്ട് പാടിട്ട് വാ. ഡോറ ഇരിക്കുന്നോ? പാട്. പുള്ളിങ്കോട് അല്ല, സോറി. ഓക്കെ ഏതോ ഉണ്ടറിയോ? നീ നിന്റെ വെസ്റ്റനോട് എന്താ പേര് പറഞ്ഞ? അർജുൻ. പാട് നിന്റെ ബെസ്റ്റ് പാട്. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കെടാതിൻ നാളമേ നാളമേ ആളൂ നീ. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. യോ ഡബ്ല്യൂടാ എല്ലാ ഡബ്ല്യൂസ് എന്റെ മുത്ത് ഏത് സാധനമാടാ നീ? ഇത് അർജുനല്ലേ പേര് പറഞ്ഞ? ഞാൻ കാര്യം പറഞ്ഞത്, നിനക്ക് ഗ്രേറ്റ് എക്സ്പോസർ ആയിരിക്കും ലൈവ്. നിനക്കൊരു ഗ്രേറ്റ് എക്സ്പോസർ ആയിരിക്കും. ഒരു പാട്ടും കൂടി വിടാം, അടുത്ത പാട്ട്. ഒരു പാട്ടും കൂടി. വൺ മോർ സോങ്. ഗ സനിദ സസാരേ ഗ പരേസ സനിദ സസാരേ. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർക്കനവിലൂടെ I'm thinking of you. Hey Saloma, ha Saloma, hey Saloma, ha Saloma, ha. W song. Can I give you a hug? Sure. ശരിയായ സിംഗർ. ഓൾ ദ ബെസ്റ്റ് ബ്രോ. എന്താ പ്ലാനിങ്? എന്താ അടുത്ത മ്യൂസിക് പ്രോജക്റ്റ് ആയിരിക്കും അല്ലേ? അടുത്ത മ്യൂസിക് പ്രൊജക്ട് ബാൻഡിന്റെ ഫുൾ മീറ്റിംഗിനെ കിട്ടിയിരുന്നു. ബാൻഡ് എല്ലാവരും പരിചയപ്പെട്ട്. സോളമൻ, ജോയൽ, ബാസി, ടോം, പിന്നെ അരുൺ, പിന്നെ നിങ്ങളെല്ലാം നീയല്ലേ അതാണ്. പോടാ ഞാൻ ബാൻഡിനെ ജോയൽ, ആഷിഖ്, ഡ്രമ്മറാ. ഓക്കെ എന്താ പേര്? അദ്വൈതാ. ഓക്കെ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. ആനവണ്ടിയാ? ഓക്കെ ആനവണ്ടി ദ ബാൻഡ്. ഓ സെറ്റാക്ക്. ഞാൻ പോട്ടാ, കാണാം. സീ യു. പോവാ. എടാ ഡോറ എടുത്തോ, എന്റെ ഡോറ മോളെ എടുത്തോ. ഡോറ പോവാ. എന്താ ബ്രോ ഒരു അസൂയ മൂത്തൊരു നോട്ടം നോക്കുന്നത്? ഒരു ഇങ്ങനെ ഒരു നോട്ടം തന്നെ ഒരുമാതിരി. അത് എന്ത് നോട്ടാന്ന് ബ്രോ? കുറച്ച് ടെൻഷൻ ഇല്ല, ഫ്രണ്ട് ചോദിച്ചിട്ട് പോയി. അങ്ങനെ
കാസർഗോഡായിരുന്നാ? ഓ എടുത്തോ എടുത്തോ. എടാ നിങ്ങളെ ഡ്രസ്സിങ് സീനാടാ. എടാ ഇവന്റെ ഔട്ട്ഫിറ്റ് നോക്കിയാ, ഇവന്റെ ഔട്ട്ഫിറ്റ് നോക്കിയാ എന്റെ മുത്ത്. ആ ലോക്കോ ലോക്കോ ലോക്കോ. ഓ ലോക്കോ എല്ലാം അറിയാലേ. പിന്നെ ഞാൻ ആ ക്യാമറയിലേക്ക് നോക്കി പോകുന്നത്. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. അത് മതി അത് മതി. എടാ അന്നെ വെയിറ്റ് ചെയ്യുന്നടാ, അന്നെ വെയിറ്റ് ചെയ്യുന്നടാ മുത്ത്. എടാ എല്ലാരും നിൽക്കും എല്ലാം നിൽക്കും എല്ലാം നിൽക്കും എല്ലാം നിൽക്കും. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. എടാ ഒന്ന് എടുത്തടാ ഒന്ന് എടുത്തോ. എടാ എന്നെ വെയിറ്റ് ചെയ്യുന്നടാ. ഉണ്ടോ സോറി 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 സോറി. എടാ എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല. എടാ ഇവര് ഫിലിം. എടാ ഇത് മഞ്ഞപ്പത്രം. മാപ്ര 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 സീനില്ല. എടാ ഓക്ക് വേറെ ബോയ് ഫ്രണ്ട് നീ നാടാന്നിരിക്കാണ്. ശരിയായ പാട്ടുകാര് ഇതിന് ടാലൻസ് കിട്ടുന്നുണ്ട് കൊറേ. ഇടങ്ങ് മൂലക്കെല്ലാം ഉണ്ടാവും. എനക്കുണ്ട്, എനിക്ക് കൊറേ ടാലൻസ്. ഞാൻ പാട്ട് പാടണോ? പാട്ട് നല്ല പാട്ട്. നീ അത് അങ്ങനെ പറഞ്ഞ നല്ല പാട്ട്. ആ വാസമുണ്ടനാ? ആ പോയി. എന്താ നിനക്ക് എന്നെക്കാളും കാര്യം വാസം. എപ്പം കണ്ട? ഇന്നാണ്ടാ ഫോർമാളിലാ? ഓ അപ്പം കൊച്ചിന്ന് പോയിട്ടില്ല. പാട്ട് നീ നല്ല പാട്ട് പാടാൻ പറഞ്ഞ. ഞാൻ അങ്ങനെ പാടിയ ചെലപ്പോ നല്ലാവും, ചെലപ്പോ ഡബിളാവും, ചെലപ്പോ അല്ലാവും. ഞാൻ സീരിയസ് ആയിട്ട് പാടാൻ പോയെന്നേ. ഒരുപാട് ആളെ കളിയാക്കാൻ പറ്റില്ല. ലിറിക്സ് ആവട്ടെ ലിറിക്സ് ആവട്ടെ. ഏയ് എന്തല്ലേക്കാ? മുത്ത് ഇതാന്റെ കാരണവറാൻ പറ്റാന്ന് തോന്നട്ടാ. അടുത്ത ഈ മാങ്ങാട്ട് മറ്റേ ചേക്കാന്റെ മോനല്ലേ ഒന്നാന്ന് ഇടാ. അങ്ങനെ വായിക്കുന്ന വന്നിട്ട് ശരിക്കും എന്റെ കുടുംബത്തിൽ ആരെങ്കിലും? പിന്നെന്താ അത്രയും പരിചയത്തില് നിങ്ങളുടെ തളിപ്പുറം വാ. വൈഫാ? നിങ്ങളവിടെ ഇവിടെ താമസിക്കുന്നയാ? കൊച്ചിയിൽ താമസിക്കുന്ന? നല്ല നമ്മളെ നല്ല കിടിലം പോലത്തെ തളിപ്പുറം ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് താമസിക്കേണ്ട എന്ത് കാര്യം? നിങ്ങളും തളിപ്പുറം തന്നെയാ? പിന്നെ എറണാകുളം. ഓ എറണാകുളത്ത് വന്നിട്ട് കൊളത്തി. അത് ആ സംഭവം. എന്നാ പേര് തക്കാലെ? എന്നാ പേര് ഇക്കാലെ? എന്നാ പേര്? ഷാനാ? എന്റെ അനിയന്റെ പേര് ഷാനാണ്. നിങ്ങളെ ഷാനു എന്നാ വിളിക്കല്? എന്റെ അനിയനെയോ? എന്നാ ഓക്കെ. ഫുഡെല്ലാം കഴിച്ചാ? എന്നാ ഓക്കെ കാണാം. ഞാൻ ഫസ്റ്റ് വിചാരിച്ച എന്റെ ആരോ അപ്പയാ അന്നത്തെ ആരോ ആന്ന് ഞാൻ വിചാരിച്ചാടാ. ഇതോറ പാട്ട് പാടണ്ടേ? ഓക്കെ. ये रातें ये मौसम नदी का किनारा ये चंचल हवा. ये रातें ये मौसम नदी का किनारा ये चंचल हवा. कहा दो दिलों ने कि मिलकर कभी ना होंगी जुदा. ये रातें ये मौसम नदी का किनारा ये चंचल हवा. എന്നാ ഒരു മിനിറ്റ്. എന്നാ നീ ഒന്ന് പാട്. നീ അങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നാ നീ ഒന്ന് പാടിയാട്ടെ. നിന്റെ ഒരു പാട്ട് ഞാൻ കേക്കട്ടെ. പാട്ട് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സൈഡിൽ നിന്നിട്ട് നീ കമന്റ് അടിക്കുന്നത്? ഇതാരാണ് ആള്? ഇങ്ങനെ ആ വീഡിയോ കണ്ടില്ലല്ലോ. എവിടെ? കണ്ണൂരാ? എവിടെയാണ്? കണ്ണൂരെല്ലാം വരുന്നുണ്ട്. നീ എവിടെ സ്ഥലം? മലപ്പുറത്താ? നീ ഒരു പാട്ട് പാട്. പാട്ട് അറിയില്ല ബ്രോ. പിന്നെ എന്നാ അറിയാ? നമുക്ക് വേറെ പരിപാടികളാ. ഇതറിയോ? വേറെ പരിപാടികളാ? ഓ ഇതാ പരിപാടിയല്ലേ? അതെനിക്ക് തോന്നി. ഒരാൾ കഷ്ടപ്പെട്ട് പാട്ട് പാടുമ്പോ സൈഡിൽ നിന്നിട്ട് കമന്റ് അടിച്ചിട്ട് ഒറ്റ ഇളക്കാൻ ആർക്കും കഴിയും. ഞാൻ കാര്യം പറയാലോ. ഞാണെങ്കിൽ ഓനൊരു പാട്ട് പാടട്ടെ അല്ല? അതാണ് അതിൻ്റെ ഇത്. നിങ്ങളിൽ ആരാ സിംഗിൾ? നീ സിംഗിളാ? ആലക്കോടാ? ആ അറിയാ. ഇവന്റെ വീട് ആലക്കോടാ? ഇവൻ സിംഗിളാ? ശരിയല്ലേ? ഓക്കെ.
ഇതെന്റെ ഞാൻ IRS ടീമറാണ്. ഇല്ല ഇത് ഒറിജിനലാണ്. 3.75 lakhs റിയലാണ്. ഇതാ തൊട്ട് ഡയമണ്ടാണ്. ദുബൈന്ന് മേടിച്ചതാ. ഞാൻ പറയട്ടെ ഇതെന്റെതല്ല ഓൻ്റെതാണ്. ഓനോട് ചോദിച്ചിട്ട് ഓന് ഓക്കെ ആണെങ്കിൽ നീ എടുത്തോ. അല്ലാണ് എന്റെ ഉമ്മ സത്യം എന്റെതല്ല ഓൻ്റെതാണ്. നീക്കൊരു കോഡ് വരോ ഒരുത്ത അങ്ങൊന്നേ ചോദിക്കും മുന്നോർത്തു ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യം തന്നെ എന്റെ ചോദിച്ചു താടി പഠിച്ചോണ്ട് തിരിയുന്നില്ല. ഇതാ പോലും ഇവ പറഞ്ഞ ഞാനാ പോലും. ഞാൻ പോവും എനിക്ക് എന്നെ ഇവളെ എന്നെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ നോക്കിയാ കേട്ടോ. അവിടെ ഷെരീപ്പ് എടുക്കുന്നില്ലടാ. ഞാൻ കഷ്ടപ്പെട്ട് ഷെരീപ്പ് കണ്ടിട്ട് പെമ്പിള്ളർ ഒപ്പിച്ചിട്ട് ഷെരീപ്പ് ഫോൺ എടുക്കുന്നില്ലടാ ബ്രോ. ശരിക്കും ഓന്റെ നമ്പർ തരട്ടെ? അല്ല തമാശല്ല ചെക്കന് അത്രയും കഷ്ടപ്പാടില്ല. നീ വിളിക്കോ? ഞാൻ നമ്പർ തരട്ടെ? നമ്പർ ഫോണാ ഷെരീഫ് ഒരു പെണ്ണ് തെറ്റായി കൊടുത്തിട്ട് ഷെരീഫ് ഒരു പെണ്ണ്. ഹലോ ഷെരീഫോ അവിടെ മുത്ത ഇയർ-ഓൾഡ് വേർജിനുള്ള ടാഗ് എടുത്ത് മാറ്റിക്കോ. ഹലോ ഷെരീഫ് നിക്ക് പെണ്ണ് തെറ്റായി. ഇതാ ഹലോ ചേട്ടൻ എവിടെ ആയിരുന്നു ഇത്ര കാലം? ആണോ? ഷെരീഫ് ചേട്ടാ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് കേട്ടോ. തൊപ്പിന്റെ അടുത്ത് നമ്പർ മേടിച്ചു. 2 മിനിറ്റ് സംസാരിക്കും പ്ലീസ്. എന്റെ പേരോ? എന്റെ പേര് അഞ്ജു. എനിക്ക് ഇഷ്ടാണ്, ദൂരോട്ട് ഇഷ്ടാണ്. ചേട്ടാ I love you too പറ, തിരിച്ചു പറ. അതൊന്നും കുഴപ്പമില്ല. ഹലോ പറയേ. എന്തെന്ന് കുരിശായെന്ന്? തൊപ്പി ഇടപെട്. തൊപ്പി ഇടപെട്. എന്താ വൃത്തിയായിട്ടൊന്നും പറഞ്ഞ പിന്നെ ആര് ഓൻ നിന്നെ പറഞ്ഞ ഇത് കുറിച്ചാൽ? ശരി പോവാ അവിടെ ഓനല്ലടെ കഷ്ടം. ഓൻ എന്നോട് ലിറ്ററലി ഞാൻ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ എന്തോ പരിപാടി ഞാൻ ഈഗിളിനോട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ എനിക്ക് റാൻഡമായിട്ട് കോൾ വന്നേന്ന്. എന്നോട് ഞാൻ ഭയങ്കര ഡിപ്രഷനിലാന്ന്, എനിക്കൊന്നും കഴിയുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ അതിന് വേണ്ടിയിട്ട് ഓനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇറങ്ങിയത്. അതും എൻ്റെ ലൈവിൽ വന്നിട്ട് പെണ്ണില്ലാന്ന് കരഞ്ഞവന് ഓനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ പെണ്ണിനെ തപ്പിട്ട് ഇറങ്ങിയത്. എനക്ക് വേണ്ട, എൻ്റെ വ്യൂവേഴ്സിന് പെണ്ണ് കിട്ടിയാൽ മതി, എനക്ക് പെണ്ണ് കാണുന്നില്ല. ഫുഡ് കഴിക്കാം? നിങ്ങൾ ഫുഡ് കഴിച്ചാ? എന്നാ ഓക്കെ ബൈ. ചിക്കൻ എടുക്കണോ? എടാ പിക്ക് എടുത്താ എടാ നിനക്ക് എടുക്കാൻ അറിയോ? ആ സെൽഫി എടുക്കാം. എടാ ലേറ്റ് കുറവാ. ഞാൻ ബാക്കിലുണ്ട് പറയണ്ടേ. നിങ്ങളപ്പോ ഇപ്പൊ വീട്ടിൽ കയറുന്നില്ലേ? ഓ ഹോസ്റ്റലാ.
ഫുഡ് കഴിച്ചോ? ഇല്ല, ഫുഡ് കഴിക്കാൻ പോകുന്ന. ഓക്കേ. എന്നാ ശരി, കാണാം. ഓക്കേ, ബൈ ബൈ. പോട്ടെ. നീ ഒന്നിച്ച് വന്നല്ലേ? ഞാനാലോചിക്കുന്നു. മൊത്തം കാസർഗോട്ടാറടാ, ഇവിടെ കൊച്ചി മൊത്തം കാസർഗോട്ടാറടാ. അന്ന് അങ്ങനാ എടാ, അന്ന് അങ്ങനാ ഗ്ലാസ് കളഞ്ഞാ. എടാ മുനുവിന്റെ എന്തോ അവിടെയല്ലോ, മുനുവിനെ കണ്ടിട്ട് ആരും തിരിയുന്നില്ലടാ. മുനു ഇങ്ങോ, മുനോ ഇങ്ങോ, അതിനെ നോക്കട്ടെ. ഇന്നെ വെളിച്ചത്തൊന്നും കൂടി കാണട്ടെ. മുനു കൊടുത്തു ഒരു പട തന്നെ വേക്കുന്ന വരുന്നുണ്ടല്ലോടാ. നീ ഓൾറെഡി വളാഞ്ചേരിയാ? സുബ്ഹാനല്ലാ. എന്നാ പേര്? ഹേറ്ററാ ലവറാ? നമുക്ക് വളാഞ്ചേരിയില് 50% ലവേഴ്സ് 50% ഹേറ്റേഴ്സും ആയിട്ടുള്ളത്. കറക്റ്റ് ഇങ്ങനെ ബാലൻസ് ആയിട്ടുള്ളത്. ഒന്ന് താവും ഒന്നും ചെയ്യാണ്ടുള്ളത്. നിങ്ങളെങ്ങനെയാ? അതാ ഞാൻ പറഞ്ഞ എല്ലാരും ഒരു ബാലൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 50-50 എന്നുള്ള രീതിയിൽ. എടാ പോവാ, എടുക്കാം. ഒന്ന് എടുത്തോടുത്തറ മാമെന്നൊരു നീ എടുത്തോടുക്ക്. തനിച്ചല്ല നമ്മളെ ക്യാമറമാൻ. ലൈറ്റ് ഉണ്ട് പറഞ്ഞക്ക്. ഓക്ക് ബുദ്ധിയുണ്ടാ. അങ്ങോട്ട് എത്ര ദൂരം പോയാൽ കിട്ടൂല. ഇല്ല കൈ ഓടിപ്പിടിച്ചതാ. ഇവർക്കെല്ലാരും കൂടി ഒരു ഫോട്ടോ. അപ്പൊ ഇതാരാ? നിങ്ങളെല്ലാരും പിന്നെ അങ്ങനെ ആക്കാം. നീ പറഞ്ഞേ പിന്നെ വേറെ അപ്പയില്ല. സത്യം പറയട്ടെ, നല്ല വിശപ്പുണ്ട്. കാര്യമായിട്ട് നല്ല വിശപ്പുണ്ട്. ഞാൻ വേഗം ഒരു തിന്നട്ടെ. എടാ പാടാ. എടാ നീ തമാശ കളിക്കല്ലേ? നീ 3ാമത്തെ പ്രാവശ്യം വരുന്നത്. അന്നെ ശരിക്കും പണിയെടുപ്പിക്കാൻ വന്നാടി. ശരിക്കും പണിയെടുപ്പിക്കാൻ വന്നേടാ. അടി ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല ഇവിടെ പോകുന്നേക്ക് വരുന്നേക്ക്. അങ്ങോട്ടല്ലേ മറൈൻ ഡ്രൈവ് W വൈബ് അല്ലടാ. എല്ലാരും വൈബ് തന്നെ, കാണുന്ന എല്ലാരും വൈബ് തന്നെടാ മറൈൻ ഡ്രൈവില്. കൊച്ചിയിൽ അങ്ങോട്ട് ആടെ പറ്റാ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങിയാലോ അവിടെ. അതിന്റെ മുകളിൽ മറ്റോ ഇതാണ് നാട്ടിൽ കണ്ണൂർ അങ്ങനത്തെ ഒരു ലൊട്ട സ്ഥലത്ത് അത്രയും വാടക കൊടുത്തിട്ട് ഈ ലൊട്ട സ്ഥലത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നില്ല? അതെന്താ ലേറ്റ് ആയാ? ഓക്കെ, സീ യു. ഓക്കെ, കാണാം. ബൈ ബ്രോ. എന്തായാലും പേരെന്തേലും? അനന്തു. ഓക്കെ, ബൈ, സീ യു. കോൾ ഷസാബ്. ഷസാബ് ഇതിനടുത്താ? ഷസാബ് ഇടുന്ന അടുത്താ? ഷസാബ് താമസിക്കുന്നത് ഇതിന്റെ അടുത്താ? മുനു ഷസാബ് ഇതിന്റെ അടുത്താ? എറണാകുളത്ത് പോലും അടി ഇവനാണെന്നാ ഞാൻ എല്ലാവരും ആരെ പരിചയപ്പെടുമ്പോ ഞാൻ ഇവനുമായിട്ട് മുട്ടിച്ചു കൊടുക്കും. ഞാൻ വിചാരിക്കും ഇവൻ നമ്പർ വാങ്ങി നോക്കട്ടെ, എനക്ക് എന്തെങ്കിലും ആവശ്യം എനക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇവനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഈ പൊട്ടനെ ഒന്നും ഓർത്ത് വെക്കുകയും ചെയ്യില്ല, ഒന്നും സേവ് ചെയ്ത് വെക്കുകയും ചെയ്യില്ല.
നമുക്ക് നല്ല വിഷമമുണ്ട്, സത്യം പറയാം നല്ല വിഷമമുണ്ട്. വിഷമില്ലേ? ഇവിടുണ്ടാ ഫുഡുണ്ടാ? എന്താന്ന് വെയിപ്പ് ചെയ്യുന്ന? എടാ വെയിപ്പ് ചെയ്യുന്ന, എടാ നിർത്തടാ നിർത്തടാ. ഇതെന്താന്ന്? എന്ത് ലൈഫാണ്? ഞാൻ കാര്യം പറയാം, ഞാൻ 2 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഇത് പറയുന്നത്. ശരിക്കും ഡേഞ്ചറസ് ആണ്. കള എടുത്തിട്ട് കള. ഞാൻ തന്നെ കളയട്ടെ. ഞാൻ സത്യം പറയട്ടെ, ഇപ്പൊ നീ ഇത് കളഞ്ഞ എനിക്ക് തോന്നും ഇന്ന് നിർത്തണം, നാളെ നിർത്തണം, ഇപ്പൊ കളയണം, നാളെ കളയണം തോന്നും. ഇപ്പൊ നീ ഇത് കളഞ്ഞ എടാ പൈസന്റെ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത് തുടങ്ങിയതാണ്. എനക്ക് ഞാൻ ഒരു പോയിന്റിൽ ഇങ്ങനെ സ്റ്റാപ്പ് ഇട്ടോ നമ്മൾ തീരുമാനം എടുക്കണം. ഇപ്പൊ നീ ഇത് കളഞ്ഞാൽ നീ ജീവിതത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രീത്ത് എയർ കള മുത്ത ഏത് സാധനമാടാ, ഏത് സാധനമാടാ, അത്രേ ഉള്ളൂ. നിന് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഡബ്ല്യൂമാടാ കളഞ്ഞോടെ തിരിക്കും ആവേശത്തിൽ കളഞ്ഞ സീനില്ല. ഒരു ജീവിതത്തിൽ ഉപയോഗിക്കാണ്ട് മതി. എടാ ഇല്ലേ അതിന് കുറച്ച് വില ഉള്ളപ്പോ നമുക്ക് എന്താ അറിയോ, ഇത്രയും വിലയുള്ള സാധനം കളഞ്ഞല്ലോ ഉള്ള റിഗ്രറ്റ് കുറച്ച് സമയം ഉണ്ടാവും. ആ റിഗ്രറ്റ് നമ്മളെ എപ്പോ ഓർമ്മിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഓക്കെ അല്ല ആ പൈസന്റെ ഇതുള്ളോണ്ടായിരിക്കും പിന്നെയും പിന്നെയും വാങ്ങുന്നത്. എല്ലാടാ ഇപ്പൊ പാവൊക്കെ എന്റെ മോട്ടിവേഷൻ നടക്കുന്ന അതിന്റെ ഇടയ്ക്ക് കൈതച്ചക്ക പറ പാവടാ. ഇത് കുടിക്കാനൊരു വള്ളങ്ങ് തിന്നാൻ കിട്ടോ? ഇവിടെ നിന്നാൻ കിട്ടോ? ഉപ്പിലിട്ട മാത്രം മതി. ഐസ്ക്രീം കുടിച്ചാലോ? അസ്കുന് ഐസ്ക്രീമില്ല, ദാഹം ഒന്നുമില്ല. അസ്കു സ്റ്റീൽ ബോഡി എന്ന് പറഞ്ഞേ. ഓ നടത്തം തന്നെ കാണുന്നില്ലേ? വേണ്ട പടക്കം വേണ്ട. നിങ്ങളെ പടക്കം ആരും വേദനിപ്പിക്കുന്നില്ല. അപ്പൊ ഭയങ്കര ഹാംലെസ് ആയിട്ടുള്ള പടക്കം. ആ ആരും നിങ്ങൾ വേദനിപ്പിക്കുന്ന സാധനങ്ങൾ വെക്ക്. ബോംബ് കുണ്ടെല്ലാം വെക്ക്. നിങ്ങള് നിങ്ങളെ മല്ലാടെ പോയ 2 മല്ലാടെ പോയി നിങ്ങൾ മലയാളിയല്ല? മലയാളം പഠിച്ചതാ? തമിഴാ? 20 കൊല്ല. എന്റെ പേരെന്താ? പരമനാ. കല്യാണം കഴിഞ്ഞതാ? ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ 15 വർഷം ഇവിടെ താമസിച്ചു. അപ്പൊ എത്ര സമയം ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്? എത്ര സമയം? 12 മണി 1 മണി വരെ ഉണ്ടാവും. അല്ല എപ്പ വന്നതാ? വൈകുന്നേരം 6 മണിയാകുമ്പോ. വൈകുന്നേരം 6 മണി. അപ്പൊ വൈകുന്നേരം 6 മണി വരെ എന്താക്കും രാവിലെ മുതല്? രാവിലെ പ്രിന്റിംഗ് പ്രസ്സിലാ ഓർത്താ. ഓ ഡബിൾ ഷിഫ്റ്റ്. ഓ പൈസ ആക്കലല്ലേ എന്റെ മുത്തേ. മൾട്ടി മില്യണയർ മൈൻഡ് സെറ്റ്. ഇതാണ് മില്യണയർ മൈൻഡ് സെറ്റ്. രാവിലെ മുതൽ 6 മണി വരെ പ്രിന്റിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഷിഫ്റ്റ് ഇത് ഇറങ്ങും. ഏത് ബിസിനസ് മൈൻഡാ എന്റെ മുത്ത. എത്ര പൈസ ഉണ്ടാക്കും ഇതാക്കിയാ? ഇത് കൊടുത്ത് എത്ര പൈസ ഉണ്ടാക്കും? എന്നാൽ ആവറേജ് ഒരു ഏകദേശം ഒരു ദിവസം ഏകദേശം എത്ര? നമുക്ക് 500 രൂപ ഒരു ദിവസം. ഓ 1 മണി വരെ 2 മണി വരെ എന്നാലേ കിട്ടുള്ളൂ. വെച്ചോ പോന്ന. ഫുഡ് കഴിച്ചാ? ഫുഡ് വേണോ? നമുക്ക് നല്ല വിശപ്പുണ്ടോ? നല്ല വിശപ്പുണ്ട്. വിശപ്പടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ ബ്രദർ? വിശപ്പടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്താ ചെയ്യുവാ? നല്ല വിശപ്പുണ്ടോ? ആടെന്താ തട്ടാട് ചിലവിടെ ഒന്ന് ചെയ്തോ. തട്ടാട് ഫുഡ് കഴിച്ചിട്ടില്ല. തട്ടാടുണ്ടോ അവിടെ? തട്ടാടാ പോലീസ് ജീപ്പല്ലാടാ. പോലീസ് 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 അല്ലടാ. പോലീസ് അല്ലടാ. പോലീസല്ലേ? എന്നാ ഇത് അപ്പുറത്തെ സൈഡ്. അത് ഏതോ വേറെ ഏത് വണ്ടിയാണ്. പോലീസാടാ. യോ 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 അതാ കൊച്ചി ഗ്യാങ് വരുന്ന. കൊച്ചി ഗ്യാങ് എന്തല്ല ബ്രോ? സുഖല്ല? ഇവിടെ ഫുഡ് കിട്ടാ? എന്താണിത്? ഇതെന്താ? ഒരു മിനിറ്റ്. ഇതെന്താ സാധനം? തനിച്ച് അവിടെ കേത്തില് AK-47 ഇട്ട് നടക്കുന്നടാ. പിന്നെ അതിനെന്താണ് അതിന് പേരെന്താ? ടീം കോക്ക ചീസ്
എന്നെടുക്കോ ഗ്യാങ്ങിലെടുക്കോ Of course, yeah. Why not? ഞാൻ പറയട്ടെ നിങ്ങൾ എന്ത് പറഞ്ഞോ ചോദിച്ചോ പറഞ്ഞോ കുഴപ്പമില്ല Live ആ. ഇന്നോവ കൊണ്ടുപോയി ബ്രോ നിങ്ങളാളല്ലേ ഇന്ന് രാത്രി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായതാ മറ്റേ സ്വിഫ്റ്റിന്റെ ഓണറുമായിട്ട്. നിങ്ങളാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആരാ അറിയോ? ഇതാ ഇവരാണ് ശരിയായ ഡേഞ്ചറസ് ആണ്. നിങ്ങളെ വേറെ എന്താ പറയാ? ഷുഹൈബാ. നിങ്ങളെ അർജുവാ. നിങ്ങളെ ഷിഫാസാ. നിങ്ങള് ഇതാ എന്റെ വണ്ടി കുറെ അസുഖത്തിലുള്ളേ. നീ കണ്ടിട്ടുണ്ടോ? കുറെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഇത്ര സമയം ഇവനെ ഉണ്ടാണ്ടെന്നേ പൊട്ടാ. ആ വണ്ടിന് എന്താ സംഭവം? അവനോട് സംസാരിച്ച് പറയുകയാണെങ്കിൽ വണ്ടി തരാൻ പറ്റില്ല. എന്റെ സ്വന്തം വർക്ക്ഷോപ്പ് നീ അവനോടൊന്ന് ചോദിച്ചാൽ താക്കോല അവരോട് ചോദിച്ചാൽ കാര്യത്തിൽ കിട്ടില്ല. അതെന്താ? അവരോട് സംസാരിക്കാം, നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ല റഫലായിട്ട് തീർക്കാം. ഞാൻ ഇന്ന് ഓരോ സംസാരിക്കണം സംസാരിക്കാൻ പക്ഷെ അവരല്ല വണ്ടി തന്നത്. ഓനാ വണ്ടി കൊണ്ട് തന്നത്. റഫില് പണിക്ക് കയറ്റിയാണല്ലേ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രശ്നം തരാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആർ സി ഓണറിന്റെ ഇതൊന്നും അല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ആർ സി ഓണറിന്റെ ഇതിലൊന്നും കാര്യമില്ല. അപ്പൊ ഇല്ലില്ല കാര്യമില്ല. താക്കോൽ ആരോ കൊണ്ടുതരുന്ന അയാളെ വണ്ടി ഏൽപ്പിച്ചെന്ന് RC ബുക്ക് ഒന്നും കാര്യമൊന്നുമില്ല. റഫിൽ തന്നെ 2 വർക്ക് പറഞ്ഞ നാളെ തീരുമാനിച്ചിട്ടൊന്നും രണ്ടും കൂടി മൊത്തം എത്ര പൈസ ആവും? മൊത്തം പണി എടുക്കാം. അവന്റെ വണ്ടി മൊത്തം 26,000 രൂപ പണി. മൊത്തം 2 വണ്ടിയും കൂടി മൊത്തം എത്ര പൈസ? G4 കൺവേർട്ട് ചെയ്താണല്ലേ വണ്ടി അല്ലേ? G4 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. G4ന്റെ ബമ്പർ ബോണറ്റ് ഫ്രണ്ട് റക്കം നല്ല രീതിയിൽ ഓവയ്ക്കാണ് കൂടുതലും. മൊത്തം 2 വണ്ടിയും കൂടി എത്ര പൈസയുടെ പണിയാവും? അത് നോക്കേണ്ടി വരും. ഏകദേശം പറ. എസ്റ്റിമേറ്റ് എടുക്കേണ്ടി വരും. അല്ലാണ്ട് 2 ലക്ഷം ആവും? ഇല്ലില്ല 1.5 ആവും? 1.5 ആവും. 2 വണ്ടി അവന്റെ വണ്ടിക്ക് 26,000 പണി എന്തായാലും ഉണ്ട്. നമ്മളെ വണ്ടിക്ക് നിങ്ങളുടെ വണ്ടി എന്തായാലും റേഡിയേറ്റർ കണ്ടൻസർ വണ്ടി ഓടിച്ചിട്ട് പോകും. വണ്ടി ഓടിച്ചിട്ട് പോകും. വണ്ടി കൊണ്ടുപോകാണ്ടിരിക്കുന്ന ഏറ്റവും നല്ല എന്റെ രീതി പറയണം. വണ്ടി ഓടിച്ചോണ്ട് പോകാണ്ടിരിക്കുക നല്ലത്, ഏറ്റവും നല്ലതെന്ന് പറയും. റണ്ണിങ് ആക്കണമെങ്കിൽ ആ കേസ് മൊത്തം വലിക്കണം. കേസ് വലിക്കണമെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷൻ റണ്ണിങ് ആക്കി നിങ്ങൾക്കൊരു ബാഡായിരിക്കും. അതെനിക്കറിയാം. റോഡിൽ കണ്ടത് ഇന്നലെ എന്റെ അനിയൻ ഈ വണ്ടി ഇത് നാട്ടിലെത്തിച്ചാൽ നമുക്ക് ചെറിയ പൈസക്ക് പണിയെടുക്കാൻ പറ്റും. അവിടെ ഇതുണ്ട്. എനിക്കറിയാം. അപ്പൊ നാട്ടിലെത്തിക്കാൻ വേറെ വഴിയുണ്ടോ? പിന്നെ അതാ പറഞ്ഞത് കെട്ടി വെച്ചോണ്ട് വേണ്ടി വരും. അല്ലെങ്കിൽ കെട്ടി വെച്ച് പോകാൻ അതിലും ചെലവാവൂലേ? ഇതിനെ ട്രെയിനിലേക്ക് തന്നെ ടോ ചെയ്തുകൊണ്ടോ അതും ഇതിലും ചെലവന്നല്ലേ? ചിലവ് 15 രൂപ. എങ്ങനെ സജ്ജാക്കാരാ? ആ ഓക്കെ. ടോട്ടറക്ക് ഇങ്ങോട്ട് വരുത്തുണ്ട് ഇടക്കിടക്ക് സാർ. റേഞ്ച് റോവർ കൊണ്ട് വരുത്തുണ്ട്. പിന്നെ ഇപ്പൊ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ വണ്ടി കൊണ്ടുവന്ന ആളല്ലേ? ചെറിയ മതിയാക്ക്. അതാണ് അടുത്തവിടെ ഫുഡ് കിട്ടോ? തൊട്ടടുത്ത് പെട്ടെന്ന് വിശപ്പ് മാറ്റാൻ. പെട്ടെന്ന് അപ്പൊ അങ്ങോട്ടേക്ക് പോയാലോ? നോക്കാം. ഞാൻ സംസാരിച്ച് വിളിക്കാം. മനസ്സിലായി, സംഭവം മനസ്സിലായി. റസലിനപ്പൊ മുന്നേ പരിചയമുണ്ട്. അതിന്റെ ഇൻഷൂർ പ്രശ്നമാണ്. അതാ പ്രശ്നം. അല്ല ക്ലൈം അല്ല തേർഡ് പാർട്ടല്ല അത്. ക്ലൈം ഞാൻ പറഞ്ഞു, ക്ലൈം ചെയ്ത് ബാക്കി നമുക്ക് ശരിയാക്കാൻ പറഞ്ഞതാ. ഓക്കെ ഓക്കെ ബൈ. Thank you bro. Thank you for the honest opinion bro. ഇൻസ്റ്റാഗ്രാമില്ലേ Okay. ഞാൻ കാണാറുണ്ട് വീഡിയോ. Okay bro. എടാ അങ്ങോട്ടാ ഫുഡ് സ്പോട്ട് അങ്ങോട്ടാന്ന് പറയാം. അങ്ങോട്ട് പോണം. അസ്കോ വണ്ടി അവിടെ ഉള്ള അങ്ങോട്ടാ വണ്ടി അവിടെ ഒരു പള്ള
കിട്ടിയ തൽക്കാലം എന്താ ബ്രോ ഇതല്ല ഇഷ്ടപ്പെട്ടാ നിങ്ങൾ വേറെന്താ എന്റെ ഫോണിൽ കൊണ്ടോ ഫ്ലാഷ് അല്ല ഇത് കിട്ടുന്നുണ്ട് വെട്ടടി ഓട്ടെ ശരി ആ സ്കൂനോളി അസ്കുവാടാ ബാക്കിലുള്ള അസ്കു വണ്ടി എടുക്കാൻ പോയാ എടാ അപ്പൊ എത്ര ദിവസം നിക്കണം അവിടെ ഈ വണ്ടി പണിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ഇതെന്ത് ചൊറയാന്നടാ പൈസയും ഇല്ല കൈമ ഇപ്പൊ സമയവും ഇല്ല വണ്ടി ഇട്ടിട്ട് പോകേണ്ടി വരും അല്ലേ അവിടെ വെച്ചിട്ട് അങ്ങ് പോകേണ്ടി വരും കുറച്ചാലും കഴിഞ്ഞ് പൈസ ആക്കിയിട്ട് തിരിച്ചു വന്ന് വണ്ടി ബ്രോ അവിടെ ഭയങ്കരമായിട്ട് വിശക്കുന്നടാ കുറച്ച് വെള്ളം ഉണ്ടോ കുറച്ച് വെള്ളം തരോ അഗ്ഗ എത്ര നാളത്തെ കാത്തിരിപ്പാന്നറിയോ കൊറേ ആയി കാണണം പറഞ്ഞിട്ടിരിക്കുന്നു അങ്ങനെ പോകണ്ട എത്ര ദിവസം ഉണ്ട് അവിടെ ഞാൻ പോയെന്നടാ ഞാൻ പോണെന്നുണ്ട് എനിക്ക് ഇന്ന് പോണെന്നുണ്ടോ പക്ഷെ വണ്ടീന്റെ സീനായിട്ടാണ് ഉള്ളത് 1-ാം തീയതി കളി കാണാൻ പറ്റില്ല ഇതെത്രയായി 25 ഒരാഴ്ച അല്ലേ ഇവിടെ കൊച്ചിയിൽ ഒരാഴ്ച ജീവിക്കണമുള്ള എക്സ്പെൻസ് മുത്തേ സീനാണ് ചിലപ്പോ വരാൻ പറ്റില്ല ഉറപ്പില്ല മൂടുമല്ലോ നോക്കാം നമുക്ക് സെറ്റാക്കാം എന്നാ ഓക്കെ കാണാം ബൈ ഭയങ്കര ദാഹമാണ് ഭയങ്കര വിശപ്പും തിന്നിട്ട് അല്ല ഒരു തുറന്നോ നമുക്ക് വേണ്ടിട്ട് ഉമ്മാമ നമുക്ക് വേണ്ടിട്ട് ഡോർ തുറന്നു ഉമ്മാമ എന്താ പറ്റിയ ഞാൻ അപ്പുറത്തെ എനിക്ക് വെയിലാണല്ലോ വെയിൽ പറഞ്ഞ എനിക്ക് വെയിലാണ് പിന്നെ നീ എപ്പോ എടുത്തേക്ക് പോയാ ജസ്റ്റ് മുട്ടിയാ വണ്ടി ബാബ്സിന് കൊടുക്കുന്ന ബാബ്സിന്റെ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന പൈസ കൊടുക്കണ്ടേ ഇപ്പൊ പൈസ കൊടുക്കാണ്ട് ബാബ്സിന്റെ നല്ല പണിയായിരിക്കും പോലും ബാബ്സിന് കൊടുക്കാലോ വിളിക്കാം അങ്ങനെ വേപ്സിനെ ഏൽപ്പിച്ചിട്ട് പോയാലോ എടാ അങ്ങനെ വേപ്സിനെ ഏൽപ്പിച്ചിട്ട് പോയാലോ നല്ല